ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഊണിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ ഇത് നമുക്ക് അരി ആദ്യം ഒന്ന് കഴുകിയിടാം. ഞാൻ കുക്കറിലാട്ടോ ചോറ് വയ്ക്കുന്നത്. ഞങ്ങളിപ്പം ഗോവയിൽ വന്നിട്ട് 10 വർഷം കഴിയുന്നു. ഇവിടെ വന്ന സമയം തൊട്ട് ഞാൻ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. ആദ്യമൊക്കെ എനിക്ക് കുക്കറിലെ ചോറ് എപ്പോഴും അങ്ങ് ചീത്തയായി പോകുമായിരുന്നു. ഞാനത് വെന്ത് വെച്ചിട്ട് അതുപോലെ തന്നെ വാർത്തിടുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചോറ് ചീത്തയായി പോകുന്നു. പിന്നീടാണ് ഞാൻ ചേച്ചിയോടൊക്കെ ചോദിച്ച് അവർ പറഞ്ഞു ഇങ്ങനെ കുക്കറിൽ വയ്ക്കുമ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ആ കഞ്ഞിവെള്ളം ഒന്ന് കഴുകി കളഞ്ഞിട്ട് വേണം നമ്മൾ ഊറ്റിയിടാനായിട്ട്. അല്ലെങ്കിൽ ചോറ് പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോകും കേട്ടോ. അതല്ല, കുറച്ച് ചോറ് നമ്മളിപ്പോൾ ഒരു നേരത്തേക്കിന് മാത്രമാണ് വെക്കുന്നത്, ഉടനെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ തന്നെ വാർത്തിട്ടാൽ മതി. അതല്ല, നമുക്ക് കുറച്ച് ചോറ് ബാക്കി വന്നാൽ വൈകുന്നേരത്തേനും കൂടിയാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ വിൽക്കുന്ന കഞ്ഞിവെള്ളത്തോടു കൂടി തന്നെ ഊറ്റിയിട്ടാൽ അതങ്ങ് ചീത്തയായിപ്പോവും. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട്, അതായത് കുറച്ച് വെള്ളം, ഒന്ന് ചൂടുവെള്ളമോ അല്ലെ പച്ചവെള്ളം ഒഴിച്ചിട്ട് തന്നെ ഒന്നോ രണ്ടോ തവണ ഒന്ന് കഴുകി കളഞ്ഞിട്ട് നമ്മൾ ചോറ് വാർത്തിടുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കിട്ടുമേ. അപ്പോൾ ഇന്ന് നമുക്ക് കറിക്ക് മീൻ കുറച്ചുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ഫ്രീസറിലായിരുന്നു മീൻ ഇരുന്നത്, അപ്പോൾ ഫ്രീസറിൽ നിന്ന് മീനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നെയ്മീനും ഉണ്ട്, പിന്നെ കുറച്ച് ചെമ്മീനും ഉണ്ട്. ചെമ്മീൻ നമുക്ക് പിള്ളേർക്ക് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അന്നക്കുട്ടി ആകെപ്പാടെ കഴിക്കുന്ന ഒരു മീൻ നെയ്മീൻ അല്ല, ചെമ്മീനാണെന്ന് വേണമെങ്കിൽ പറയാം. അവൾക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. ബാക്കി മീനുകളോടൊന്നും വലിയ താല്പര്യമില്ലെങ്കിലും ഞാൻ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നെയ്മീൻ തേങ്ങ അരച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വയ്ക്കാനും പിന്നെ ചെമ്മീൻ വറുക്കാനും വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ചെമ്മീനിലേക്കുള്ള മസാല അങ്ങ് തേച്ച് വെക്കാമേ. ഇത് ചെറിയ ചെമ്മീനായിരുന്നു കേട്ടോ. വലിയ ചെമ്മീനാണെന്നുണ്ടെങ്കിൽ ഞാൻ വാളംപുളിയൊക്കെ പിഴിഞ്ഞിട്ടാണ് വെക്കാറ്. ഇതിപ്പോൾ ചെറിയ ചെമ്മീനാണ്, കുറച്ച് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അധികം പണിക്കൊന്നും നിന്നില്ല. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാല തിരുമ്പിയെടുത്ത് മാറ്റി വയ്ക്കും. ഭയങ്കര ഈച്ച ശല്യം കേട്ടോ. ഇപ്പം ഒരു സാധനം എടുക്കാൻ പറ്റില്ല. മാങ്ങയുടെയൊക്കെ സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് ഈച്ചയുടെ ശല്യമാണ്. അതിപ്പോഴും മാറിയിട്ടില്ല. ഇനി മഴയും കൂടി ആയിക്കഴിഞ്ഞാൽ ഒട്ടും മാറില്ല. ഇങ്ങനെ കൂടിക്കത് ഇടയ്ക്കിടയ്ക്ക് കണ്ടില്ലേ ഈച്ച ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. ഞാൻ ഡെറ്റോളിൻ്റെ ലോഷനൊക്കെ ഇട്ടൊക്കെ തുടയ്ക്കാറുണ്ടെങ്കിലും ഈച്ചയുടെ ശല്യം അങ്ങോട്ട് കുറയുന്നില്ല. ഈച്ച മാറാനുള്ള എന്തെങ്കിലും ടിപ്പുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഈ മസാലയൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെമ്മീൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വേണം ഇനി ബാക്കി പണികൾ ചെയ്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ കറിക്ക് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ചെമ്മീൻ വറുക്കണം, അതുപോലെ മീൻ നമുക്ക് കറി വെക്കണം, പിന്നെ കുറച്ച് ബീട്രൂട്ട് ഞാൻ തോരന് വേണ്ടിയിട്ട് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അതൊന്ന് തോരനാക്കണം. പിന്നെ പയർ മെഴുക്കുവരട്ടി വയ്ക്കണം. വല്ലപ്പോഴും ദിവസങ്ങളിലൊക്കെ ആട്ടോ എനിക്കിങ്ങനെ കുറേയധികം കറികൾ കൂട്ടി കഴിക്കാനുള്ളൊരു മൂഡുണ്ടാവുക. ഇവിടെ ചേട്ടന് ഒട്ടും ഇഷ്ടമല്ല ഒരുപാട് കറികളുള്ളത്. ആൾക്ക് ഏതെങ്കിലും ഒരു കറി ഉണ്ടായാൽ മതി. രണ്ടോ അതിൽ കൂടുതലോ കറികളായ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചോറ് കഴിക്കാനായിട്ട്. എനിക്ക് നേരെ തിരിച്ചാണ്. എനിക്ക് പാത്രം നിറച്ച് കറികളുള്ളത് അത്ര ഇഷ്ടമാണ്. മീൻകറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തോരനോ മെഴുക്കുവരട്ടിയോ ഒരു ചമ്മന്തിയോ പിന്നെ മോര് കാച്ചിയതോ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ്റെ വീട് തൃശ്ശൂരാണ്. ആ തൃശ്ശൂർ ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ കേട്ടോ. എൻ്റെ വീട്ടിലെ കാര്യം കേട്ടോ പറയുന്നത്. ബാക്കിയുള്ളിടത്ത് ഇങ്ങനെ കോമൺ ആയിട്ട് അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ വീട്ടിലിങ്ങനെയാണ്. അധികം കറികളൊന്നും കൂട്ടിയവർ ചോറ് കഴിക്കില്ല. നോൺ വെജ് ആണെന്നുണ്ടെങ്കിൽ കുറേ, ഇപ്പം വല്ല ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കുറേയധികം നോൺ വെജുകൾ അങ്ങനെ വയ്ക്കാറുണ്ട്. പക്ഷേ ഈ പച്ചക്കറി അധികം വെച്ച് ഇപ്പം ഒരു തോരനാണ് വയ്ക്കുന്നെങ്കിൽ ഒരു തോരൻ മാത്രം വയ്ക്കും, അല്ലെങ്കിൽ മെഴുക്കുവരട്ടിയാണ് വയ്ക്കുന്നെങ്കിൽ മെഴുക്കുവരട്ടി മാത്രം. അങ്ങനെയല്ല കേട്ടോ. ഞങ്ങളുടെ അങ്ങോട്ട്, എൻ്റെ വീട് തിരുവല്ലയിലാണ്. ഞങ്ങളുടെ അങ്ങോട്ട് കറി എന്ന് വെച്ചാൽ ഒരു മോര് കാച്ചിയതുണ്ടാവും, ഒരു മീൻകറി ഉണ്ടാവും, മീൻ വറുത്തതുണ്ടാവും, എന്തെങ്കിലും മെഴുക്ക് പുരട്ടി ഉണ്ടാവും, തോരനുണ്ടാവും, ചമ്മന്തി ഉണ്ടാവും. ഇങ്ങനെ വിഭവസമൃദ്ധമായിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാടൊന്നും എടുക്കില്ല, കുറേശ്ശെ കറികളെടുത്ത് അപ്പോൾ ചോറിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കുറയുകയും ചെയ്യും. അതാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. ചോറ് അധികം കഴിക്കാണ്ട് കുറേയധികം കറികൾ കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിനും അത് തന്നെയാണ് നല്ലത്. ഇവിടെ പക്ഷേ ചേട്ടനൊന്ന് രണ്ടിലധികം കറികളൊന്നും കൂട്ടി കഴിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അധികം കറികളൊന്നും വെക്കാറില്ല കേട്ടോ. ഇപ്പോൾ മീൻ കറിയാണ് വെക്കുന്നെങ്കിൽ മീൻ കറി മാത്രം, അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലും വെക്കുന്നെങ്കിൽ ചിക്കൻ കറി മാത്രം, അങ്ങനെയൊക്കെയാണ് സാധാരണ. പിന്നെ ഇപ്പോഴൊക്കെയാണ് ഞാൻ എൻ്റെ ഇഷ്ടം കൂടെ നോക്കി വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ കറിക്കുള്ള തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്ത് വെച്ചു. പിന്നെ കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ സബോളയും ഇഞ്ചിയും
വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞെടുത്ത് വെച്ചു. ഇനി നമുക്ക് ഒരുമിച്ച് 3 അടുപ്പും കൂടെ ഒരുമിച്ച് ഞാൻ കത്തിച്ചിട്ടുണ്ട്. ഒരടുപ്പിൽ നമുക്ക് മീൻകറി, ഒരടുപ്പിൽ തോരന്, ഒരടുപ്പിൽ മെഴുക്ക് പുരട്ടി ഇത്രയും കൂടെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചൂടായി വന്ന പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചീനച്ചട്ടിയാണ് ആദ്യം തന്നെ നന്നായിട്ട് ചൂടായി വന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പയറിട്ട് കൊടുക്കാം. ഇതൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് എനിക്ക് പണി ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് അടുക്കളയിലെ പണി ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. ഇന്നിപ്പോൾ കുറച്ച് പണി ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ മീൻകറി തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നതായതുകൊണ്ട് തേങ്ങ ചിരകി പാലെടുക്കണമായിരുന്നു. പക്ഷേ ഞാൻ ചിരകിയല്ല ചെയ്തത്, ഇങ്ങനെ നുറുക്കിയെടുത്തിട്ട് ചെയ്യുകയാണ് ചെയ്തത്. നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണി എളുപ്പമാണ്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നമ്മൾ വെജിറ്റബിൾസൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന അന്ന് തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി എന്തൊക്കെ കറികൾ കാണുന്നുള്ളത് നോക്കി ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുക്കിങ്ങിൻ്റെ പണി കിച്ചണിൽ പെട്ടെന്ന് തീരും. അപ്പോൾ കുറച്ച് സവോളയും ഉപ്പും ഒക്കെ കൂടി ഇട്ടിട്ട് പയർ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വാട്ടാനായിട്ട് ചെറുതീയിൽ വെച്ചിട്ടുണ്ട്. മറ്റേ അടുപ്പിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളുടെ തേങ്ങയ്ക്കകത്തേക്ക് കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്പിയതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് എടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് തോരൻ മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ കേട്ടോ. ഈ തോരൻ മിക്കവാറും ഞാൻ മാത്രമാണ് കഴിക്കാൻ സാധ്യത. ഇവിടെ ആർക്കും അങ്ങനെ തോരൻ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രമാണ് തോരൻ ഇഷ്ടം. അപ്പോൾ ഞാൻ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചെറുതീയിൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാമേ. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന കാര്യം മറന്നു പോകരുത്. നമ്മളുടെ തോരനായാലും മെഴുക്കുവരട്ടി ആയാലും ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിച്ചു. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും ഒക്കെ കൂടെ ഒരുമിച്ച് അരിഞ്ഞ് വെച്ചിരുന്നായിരുന്നു. അതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. ഇതിന്ന് നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോൾ ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമ്മളുടെ തീ കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവും. എപ്പോഴാണെങ്കിലും നമ്മൾ മസാലകൾ ഇടുന്ന സമയത്ത് എപ്പോഴും തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി കിട്ടും കേട്ടോ. ഇനി നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് പച്ചമണം മാറി വന്നപ്പോൾ ഒരു വലിയ തക്കാളി അതിലിട്ടൊന്ന് വഴറ്റി കൊടുത്തു. അതിനുശേഷം തേങ്ങയുടെ 2ാം പാലെടുത്ത് വെച്ചിരുന്നത് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളുടെ പുളിവെള്ളം ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിനി ഇതിലേക്ക് നമ്മളുടെ മീൻ അങ്ങ് ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ കുറച്ച് മീൻ ഞാൻ ബാക്കി ഉണ്ടായിരുന്നു, കുറച്ച് നെയ്മീനും കൂടി ഉണ്ട്. അതെടുത്ത് ഞാൻ നേരെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമ്മുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക, അല്ലെങ്കിൽ തവി കൊണ്ട് പെയ്യെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ മീനിലേക്കെല്ലാം നന്നായിട്ടൊന്ന് മസാല പിടിക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. ഇനി നമ്മളുടെ പയറൊക്കെ ഈ സമയം കൊണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി നമുക്ക് മൊരിയിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് മൊരിയിച്ചെടുക്കുമ്പോഴാണ് നമ്മളുടെ പയർ മെഴുക്കുവരട്ടിക്ക് ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ നമ്മളുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. ഇത് ബാക്കി വന്നാൽ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിനകത്ത് വെച്ചത്. അപ്പോൾ നമ്മളുടെ മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-ാം പാലങ്ങ് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫ്ലെയിം അങ്ങ് കത്തിക്കേണ്ട കാര്യമില്ല, അതങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് ഒരു 10-20 മിനിറ്റ് അതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോഴാണ് കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ ഫ്ലേവർ നമ്മളുടെ മീൻകറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരുള്ളൂ. ഈ മീൻകറി രാവിലെ വെച്ചിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ വൈകുന്നേരം വെച്ചിട്ട് രാവിലെയോ കൂട്ടാനാണ് നല്ല രസം. നല്ല തേങ്ങാപ്പാലും ഇതൊക്കെ കൂടെ ആയിട്ട് നമ്മുടെ മീനിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് നല്ല രസമായിരിക്കും കഴിക്കാനായിട്ട്. പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നതും കൂടെ വറുത്തെടുത്തു. നമ്മുടെ ചെമ്മീനില്ലേ അതും കൂടെ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ കിച്ചണിലെ പാചകത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. എണ്ണമയവും പിന്നെ
കുക്കറിൻ്റെ വിസിലടിച്ചപ്പോൾ ഉള്ള ആ ചോറിൻ്റെ കഞ്ഞിവെള്ളവും ഒക്കെ കൂടെ അവിടെയൊക്കെ ആകെ ഒന്ന് തെറിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലൊരു ലോഷൻ ഇവിടെ വാങ്ങി വെച്ചിട്ടോ കിച്ചണൊന്ന് ക്ലീൻ ആക്കാനായിട്ടോ അതുപോലെ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ആക്കാനും നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കാനും ഒക്കെ ഒരു അടിപൊളി സാധനമാണിത്. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവരൊന്ന് ചോദിച്ചാൽ മതി, ഞാൻ ടാഗ് ചെയ്തേക്കാമേ. അപ്പോൾ നമ്മളുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ഗ്യാസ് സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ച് അങ്ങനെ കിച്ചൺ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നൊരു ആശ്വാസമാണ്. അത് പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊന്നും തുടയ്ക്കാണ്ടിരുന്നാൽ ഭയങ്കര വൃത്തികേടായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. പിന്നെ അത് തന്നെയല്ല നമ്മുടെ ഗ്യാസ് സ്റ്റൗവൊക്കെ പെട്ടെന്ന് ഡാമേജ് ആയി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ പണിയെല്ലാം കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് ഒതുക്കി വെച്ച് കിച്ചണൊക്കെ ക്ലീനായി. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളുടെ മീൻകറി നോക്കിയപ്പോൾ നല്ല സെറ്റായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.